ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒറിഗാമി ഫ്രോഗ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രീൻ ഒറിഗാമി പേപ്പർ ഈ പേപ്പറിൻ്റെ ഒരു സൈഡ് വെച്ച് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. എന്നിട്ട് അത് നന്നായിട്ട് അമക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ നമ്മൾ മടക്കി കൊടുത്തിട്ട് അതും ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ആ പോർഷൻ വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ പോലത്തെ ഷേപ്പ് കിട്ടും. അതൊന്ന് തുറക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഇനിയും ഇതിൻ്റെ ഒരറ്റം നമ്മൾ മടക്കി കൊടുക്കുകയാണ്. ഇതേപോലെ വെച്ചിട്ട് ഈക്വലായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇത് കറക്റ്റ് ഷേപ്പിലൊന്ന് മടക്കിയതിന് ശേഷം അത് വെട്ടിയും കൂടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു A4 സൈസ് പേപ്പറിൽ തന്നെ 2 തവളേനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയും ഇങ്ങനെ കിട്ടിയ ആ പോർഷനിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു തവളേനെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ കിട്ടിയ പേപ്പറിൽ 2 സൈഡ് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. അതേപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിത് മടക്കുമ്പം ഒന്ന് അമർത്തി തന്നെ അത് മടക്കി കൊടുക്കണം. അപ്പോഴേ നമ്മുടെ ആ പേപ്പറിൽ കറക്റ്റ് ആ വര വീഴത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്തെടുക്കുകയാണ് ഓപ്പോസിറ്റ്. അപ്പം നമുക്കിങ്ങനെ ഡയഗണലായിട്ട് 2 വര 2 സൈഡിലായിട്ടും കിട്ടും. ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ ഇൻഡെക്സ് ഫിംഗർ വെച്ച് അമർത്തി കൊടുത്ത് ഇങ്ങനെ മടക്കുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. നമ്മൾ നല്ല രീതിയിലൊന്ന് അമർത്തി കൊടുത്ത് മടക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഷേപ്പ് തന്നെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു കുഞ്ഞ് സ്ക്വയർ ഷേപ്പ് കിട്ടും. ഇതിൻ്റെ 2 സൈഡിൽ ഇതേപോലത്തെ 4 പീസുകൾ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അതിനെ നമ്മൾ മടക്കി കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ തവളയുടെ കാലായിട്ട് വരുന്ന ഭാഗം. ഇതേപോലെ മുകളിലേക്ക് വെച്ചൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു കുഞ്ഞ് ട്രയാങ്കിൾ പോലത്തെ ഷേപ്പ് കിട്ടും. ഇത് 4 സൈഡിലും എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള 2 എണ്ണത്തിലും മടക്കി കൊടുക്കണം. ഇതേപോലെ മടക്കിയപ്പോൾ നമ്മുടെ തവളയുടെ കാലുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ അതിൻ്റെ ബോഡി ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ കാല് മടക്കിയതിൽ രണ്ട് ഭാഗത്തു നിന്ന് ഒരു ഭാഗം വെച്ച് അതിൻ്റെ അറ്റം കൊണ്ട് നമ്മളിങ്ങനെ മുകളിലേക്കൊന്ന് മടക്കി കൊടുക്കുകയാണ്. അതൊരു മിഡിൽ പോർഷൻ വരെ ഒന്ന് വരുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. അത് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതാ തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടണം. കണ്ടില്ലേ, ഇതിങ്ങനെ തുറന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മടക്കിയ ആ ട്രയാങ്കിൾ പോർഷനില്ലേ, അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് ഗ്യാപ്പ് പോലുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ നമ്മൾ മടക്കിയ ആ രണ്ട് പോർഷൻസ് ഒന്ന് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ പോകാതെ അവിടെ ഇരുന്നോളും. അപ്പം നമ്മുടെ തവളയുടെ ബോഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തവളയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഇത് ചാടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ താഴത്തെ പോർഷൻ വെച്ചിട്ട് അകത്തോട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കാലുൾപ്പെടെ വെച്ചാണ് നമ്മൾ മടക്കുന്നത്. എന്നിട്ട് തിരിച്ചു നോക്കുമ്പോൾ ഇതേപോലത്തെ കുഞ്ഞൊരു ട്രയാങ്കിൾ പീസ് മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാൻ. ഇങ്ങനെ മടക്കിയതിന് ശേഷം അത് തിരിച്ച് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ മടക്കി കൊടുത്തപ്പോൾ ഇതേപോലത്തെ ഒരു സിക്സാക്ക് ഷേപ്പ് കിട്ടി. ഇനി അതിൻ്റെ നടുക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ തവള ചാടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി അതിൻ്റെ അലങ്കാര പണികളിലേക്ക് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുറിച്ച് വെച്ച ഒരു പോർഷനല്ലേ, ആ പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ തവളയുടെ കാലിൻ്റെ അറ്റത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മടക്കി കൊടുത്ത് ഇങ്ങനെ വെട്ടുന്ന കാരണം നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ രണ്ട് പീസ് കിട്ടും. അത് നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്ന കാലുകളാണ്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ പുറകിൽ വെക്കാനും വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പശ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലും പുറകിലുമായിട്ട് ഈ പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു തവളേനെ കിട്ടും. ഇനി നമ്മൾ അതിന് കണ്ണുണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ കണ്ണ് വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് പശ വെച്ച് അത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണുകളെല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കുഞ്ഞ് ചാർട്ട് പേപ്പറിൻ്റെ പീസ് എടുക്കുകയാണ്. ഇനി നമ്മൾ അകത്തിൽ ഇങ്ങനെ കുഞ്ഞ് റാൻഡം ആയിട്ടുള്ള ഷേപ്പിൽ ഇങ്ങനെ കുഞ്ഞ് രീതിയിൽ വട്ടമോ അല്ലെങ്കിൽ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ളൊരു ഷേപ്പുകൾ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ തവളയുടെ ദേഹത്ത് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അകത്തിൽ ഇച്ചിരി ഡാർക്കായിട്ടുള്ള കളറും കൊണ്ടുവന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് പശ വെച്ചൊന്ന് അതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ അവിടെ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒരു ഡാർക്ക് ഗ്രീൻ കളറും കൊണ്ട് അവിടെ ഇവിടെയും കുഞ്ഞു കുഞ്ഞു സ്പോട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് യെല്ലോ കളറും കൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്ത കാലുകളുടെ അറ്റത്തായിട്ട് യെല്ലോ കളറും കൊണ്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തവളയ്ക്ക് ഒരു ഇച്ചിരി കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ദേഹത്തും റാൻഡമായിട്ട് കുറച്ച് യെല്ലോ കളറൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തവള ഇവിടെ ചാടാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഒറിഗാമി ഷീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാ പേപ്പർ വെച്ചിട്ടോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.